നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇപ്പോൾ നമ്മൾ ബാംഗ്ലൂരാണുള്ളത്. അപ്പോൾ മൈക്കൊക്കെ വെച്ച് കാര്യമായിട്ട് വീഡിയോ എടുത്തു കേട്ടോ. പിന്നീട് നോക്കിയപ്പോൾ മൈക്ക് ഓണല്ലായിരുന്നു. അപ്പോൾ രാവിലെ 8 മണിയായി. രാവിലെ വെളുപ്പിന് തിരിക്കാനിരുന്നതാണ്. ഉറങ്ങി എഴുന്നേറ്റപ്പോൾ 7 മണിയായിട്ടോ, ലേറ്റായി. അപ്പോൾ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെൻ്ററി ആണ്. എന്തായാലും പിന്നെ 8 മണിയായില്ല, 8:30 തൊട്ട് ബ്രേക്ക്ഫാസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞു. പിന്നെ ആ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ട് പോകാമെന്ന് കരുതി നമ്മളിതേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് വന്നിരിക്കുകയാണ്. ഇന്നലെ ഞാൻ വീഡിയോ ചെയ്തപ്പോൾ ആരൊക്കെ ചോദിച്ചു എനിക്ക് കോൾഡാണോ എന്ന്. കോൾഡല്ല, രാവിലെ എഴുന്നേറ്റ് വോയിസ് ചെയ്യുമ്പോൾ വോയിസിൻ്റെ ഒരു ഇതാട്ടോ അങ്ങനെ വന്നത്. എന്തായാലും ബാംഗ്ലൂരിനോട് ടാറ്റ പറഞ്ഞിട്ട് നമ്മൾ പോവുകയാണ്. നമ്മൾ തമിഴ്നാട് മാത്രമല്ല കേട്ടോ, എല്ലായിടത്തും പോയി ഷോപ്പ് ചെയ്യും. പക്ഷേ നമുക്കിപ്പോൾ ബാംഗ്ലൂർ വരെ വരാൻ പറ്റത്തുള്ളൂ. നെക്സ്റ്റ് ടൈം ഓണമൊക്കെ വരുമ്പോഴേക്കും, ഓണത്തിന് മുന്നേ തന്നെ ഞങ്ങൾ പല സ്ഥലങ്ങളിലും പോയി ഷോപ്പ് ചെയ്യാൻ ശ്രമിക്കും. എനിക്ക് വേദയുടെ സ്റ്റഡീസും കാര്യങ്ങളും ഉള്ളത് കൊണ്ട് എനിക്ക് അങ്ങനെ കറങ്ങി നടക്കാൻ പറ്റത്തില്ല. ഇല്ലെങ്കിൽ നമുക്ക് വിശാലമായിട്ട് എല്ലായിടത്തുമൊക്കെ പോയി പതിയെ വന്നാൽ മതി. പക്ഷേ വേദയുടെ ക്ലാസ്സും കാര്യങ്ങളും ഉള്ളപ്പോൾ എനിക്കങ്ങനെ പോകാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ ലിമിറ്റഡ് ടൈമിനുള്ളിൽ ലിമിറ്റഡ് ഷോപ്പിംഗ് കഴിഞ്ഞെത്തുന്നത്. അപ്പോൾ ഇന്ന് ഈവനിങ് എല്ലാം വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ആവുകയെ. ഞങ്ങളിപ്പോൾ വീടെത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും വൈകുന്നേരം ആകുമ്പോഴേക്കും 3 പീസ് സെറ്റ്, ചുരിദാർ സെറ്റ്, ചുരിദാർ മെറ്റീരിയൽ, ഞങ്ങൾ വേറെയും കുറേ ചുരിദാർ മെറ്റീരിയൽസൊക്കെ എടുത്തിട്ടുണ്ട്. എല്ലാം വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അല്ലാതെ നോക്കാം കേട്ടോ. ചുരിദാർ മെറ്റീരിയൽ എല്ലാം ആദ്യം 2 ദിവസം വെബ്സൈറ്റ് ത്രൂ നിങ്ങൾ ഷോപ്പ് ചെയ്യുന്നത്. ഗൂഗിൾ മാപ്പില്ലായിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുമല്ലേ. ഇവിടെ വന്ന് കയറും, ഏതെങ്കിലും ലെഫ്റ്റൊക്കെ അടുപ്പിച്ചുണ്ടാവുമല്ലോ റൈറ്റ്. ഈ ബാംഗ്ലൂരുടെ പോണ കാര്യം കുറച്ച് പാടിയിരുന്നു. ഈ ലെഫ്റ്റ് കാണും, തൊട്ടടുത്ത ലെഫ്റ്റും കാണും. നമ്മൾ ഈ ലെഫ്റ്റ് കയറിയാൽ തീർന്നു. അത് ചിലപ്പോൾ 1 വേ ആയിരിക്കും. പിന്നെ എന്ത് പണിയെന്നറിയാമോ. പക്ഷെ അതുള്ളത് കൊണ്ട് ഒരു പരിധി വരെ നമ്മൾ രക്ഷപ്പെട്ട് പോകുന്നുണ്ട് കേട്ടോ. ഒരു ഐസ്ക്രീം വാങ്ങിച്ചതാ. ഇവിടെ മെഗ്ഡി ഉണ്ട്. അല്ല പോട്ട് സോറി, ഇവിടെ ഉണ്ട് മെഗ്ഡി. നമ്മൾ പോണ വഴിക്ക് കണ്ടിട്ടുണ്ട്. സോഫ്റ്റ് സെർവ് വാങ്ങിച്ച് കഴിക്കാം. ഏട്ടന് ഒരു ട്രിപ്പ് പോയാൽ എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് എനിക്ക് വീഡിയോ എടുത്ത് തരണമുണ്ട്. കേള വേണ്ട, എടുക്കണ്ടെന്ന് പറഞ്ഞാൽ എടുക്കുന്ന മനുഷ്യന് ഞാൻ എൻജോയ്മെന്റ് ചെയ്യാൻ കൊടുക്കുന്നില്ല, സമയം കൊടുക്കുന്നില്ല, ഭക്ഷണം കഴിക്കാൻ സമയം കൊടുക്കില്ല. കണ്ടതാണ് ബോർഡ് വെച്ചേക്കുന്ന വ്യക്തി. 3 കിലോമീറ്റർ ഹെഡ്. എന്നാൽ 9 മണിയൊക്കെ ഇപ്പൊ ഉറങ്ങി. പക്ഷെ എന്തോ ഭയങ്കര ഉറക്ക ക്ഷീണം. 7 മണിയപ്പോഴാണ് എഴുന്നേറ്റ്. ഇതിനിടയ്ക്ക് 1 മണിയായപ്പോ ഡോറിൽ മുട്ടി തന്നെ. ഞാൻ കുറെ സമയം ഉണന്നിട്ട് കുറെ സമയം മുട്ട് കേട്ടോണ്ട് കിടന്ന്. കോളിംഗ് ബെല്ലില്ല കേട്ടോ. വീണ്ടും കൊട്ടിക്കൊണ്ടേയിരിക്കണേ. പിന്നെ ഞാൻ ഏട്ടനെ വിളിച്ചിട്ടുണ്ട്. ഏട്ടൻ പോത്ത് പോലെ കിടന്ന് ഉറങ്ങുന്നു. വിളിച്ചുണർത്തി. ഓ, ഞാൻ 100 കിലോമീറ്റർ ഓടിച്ചത് തന്നെ. അങ്ങനെ ഏട്ടനെ എനിക്കും പേടി. രാത്രിയൊക്കെ വന്ന് ഡോറിൽ ഇങ്ങനെ എന്തോ ഒരു സമാധാനം ഇല്ലാതെ മുട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഏട്ടൻ ചെന്നെങ്കിൽ തുറന്നപ്പോ പറഞ്ഞ് കാർ മാറ്റി കൊടുക്കാൻ. അപ്പൊ വണ്ടി നമ്പർ വെച്ചപ്പോ നമ്മളെ വണ്ടി നമ്പർ അല്ല. എന്നിട്ട് വീണ്ടും വന്ന് കിടന്ന് വീണ്ടും ഇങ്ങനെ ഉറങ്ങുന്നു. വീണ്ടും കൊട്ടത്തിറങ്ങി. വീണ്ടും വന്നിട്ട് കാറും വീണ്ടും മാറ്റി കൊടുക്കുക. വീണ്ടും നമ്പർ വെച്ചപ്പോ നമ്പർ അതല്ല. എങ്ങനെ ദേഷ്യം വന്നെന്ന് അറിയാമോ. പിന്നെ ആ ഉറക്കം അങ്ങ് പോയി. പിന്നെ ഉറങ്ങിയത് അത്രയ്ക്കും കൊണ്ട് സുഖം വന്നില്ല. അതുവരെയുള്ള നല്ല ഡീപ്പ് സ്ലീപ്പായിരുന്നു. പിന്നെ പോയി. അതിന്റെ ഒരു രാവിലെ പോയി ഒരു ഉറക്ക ക്ഷീണം. ലവ്ഡ മെഗ്ഡി അവിടെ 2 സ്ഥലത്ത് മോള് പോലെ ഉണ്ട്. ഞാൻ വീഡിയോ എടുക്കുമ്പോ ഈ അമ്മച്ചി കിടന്ന് പറഞ്ഞോണ്ടിരിക്കും. In 300 meters, continue straight past 7 Hills Travels, car travels in Hosur, car rentals in Hosur. വഴിയില്ലേ, അതൊരു കയറാൻ പറ്റും. മെഗ്ഡി ഒക്കെ ഓപ്പൺ ആയി വരുന്നതേ ഉള്ളൂ. ആരണോ ചിക്കൻ അവിടുത്തെ കഴുകി കറക്കണ്ടേ. Excuse me. Buy 10 piece bucket, 3 small coke free. Buy 2 piece. 30 അല്ലേ, 35 ബിൽ. ആണോ? വേദ കണ്ട ഐസ്ക്രീം കഴിച്ചു. വണ്ടി ഇരുന്ന് കഴിച്ചാലേ ചിലപ്പോ കയ്യിൽ കിട്ടാനില്ല. നമ്മളെ ഫുഡ് ലഞ്ച് കഴിക്കാനായിട്ട് ഇവിടെ സേലം ആമ്പൂർ ബിരിയാണിയിൽ ഇറങ്ങി.
ഇവിടെ ഇങ്ങനത്തെ റെസ്റ്റോറൻറ്റ്സ് ആട്ടോ. എനിക്കിപ്പോൾ ഇവിടുത്തെ ബിരിയാണികളൊന്നും ഇഷ്ടമല്ല, പക്ഷേ എങ്കിലും നമ്മൾ ഈ ഒരു കട ഇപ്പൊ കണ്ടുള്ളൂ നല്ലത്. നമ്മൾ മിക്കവാറും കയറുന്ന കടകളൊന്നും അത്ര കൊള്ളില്ല. പിന്നെ ബിരിയാണി എനിക്ക് ഇവരെ കറിയൊന്നും ടേസ്റ്റ് ഇഷ്ടപ്പെടത്തില്ല. അപ്പൊ ഇവിടെ കയറി 2 ബിരിയാണി പറഞ്ഞു അങ്ങനെ ഇരിക്കുകയാണ്. എനിക്കിത് ഭയങ്കര ക്ഷീണം, എന്താണെന്ന് അറിയില്ല, തലവേദന പോലെയൊക്കെ. അതിന്റെ ആവും. തലവേദന വന്നില്ല, പക്ഷെ ഒരു സ്റ്റാർട്ടിങ് തലവേദനയുടെ ഒരു ഗുളിക കഴിച്ചാൽ ഇനി ഞാൻ ഓക്കെ ആവും. നമ്മളിപ്പോ സേലം എത്തി. ഇനി മെറ്റീരിയൽ എടുത്ത് കുറച്ച് കാഞ്ചി കോട്ടൺ സാരി അവൈലബിൾ ആണോ എന്ന് അറിയത്തില്ല, കാരണം മൾക്കോട്ടൺ ഇതൊക്കെ ഭയങ്കര ഡിമാൻഡുള്ള സാരികളാണ്. അതുകൊണ്ട് അറിയത്തില്ല, പോയി നോക്കണം. ഇല്ല വന്നു. ഇവിടെ എല്ലാം കൂടുതലും ഇലയിലാണ് സെർവ് ചെയ്യുന്നത്. ബാംഗ്ലൂർ അങ്ങനെ തന്നെ. ഇവിടെ ഒഴിച്ചാൽ ഒരു വഴക്കുറയുമെന്തോ, ഇലയിൽ അഴുക്ക് കയ്യിലാവും. തറയിൽ ഒഴിച്ചാലേ അവിടെ വെള്ളം വീണ് ആൾക്കാർ നടന്ന് വീഴുമ്പോ സ്ലിപ്പാവൂലേ. ഇപ്പം ഇലയും ക്ലീൻ, വെള്ളവും താഴെ വീണില്ല. വേദയ്ക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഇവിടുത്തെ സ്റ്റാർ ആമ്പൂർ ബിരിയാണി. നമ്മുടെ അവിടെ കുറവൻകോണത്ത് ഉണ്ടായിരുന്നു, ഇപ്പോൾ ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. ഞങ്ങൾ പോയി കഴിച്ചിട്ടുണ്ട്. വേദയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇന്നിപ്പോൾ അവിടെ കയറിയാണ് കഴിക്കുന്നത്. ഞാൻ പറഞ്ഞില്ല, നമ്മളന്ന് നോർത്തിൽ ലഡാക്കിൽ പോയിട്ട് വന്ന ശേഷം ഒരുപാട് ബിരിയാണി കഴിച്ച് എനിക്ക് അവരുടെ മസാല എനിക്ക് അങ്ങോട്ട് ശരിയാവില്ല കേട്ടോ. പക്ഷേ ഇന്നിപ്പോൾ നമ്മൾ ഈ ആമ്പൂർ ബിരിയാണി വാങ്ങിച്ച് കഴിച്ചത് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ, അസാധ്യ ടേസ്റ്റ് ആയിരുന്നു. പക്ഷേ എനിക്ക് ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഒരു ക്ഷീണം പോലെ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഫുഡ് അങ്ങോട്ട് അങ്ങനെ കഴിക്കാൻ പറ്റിയില്ല. എങ്കിലും ഞാൻ ആ ബിരിയാണി കംപ്ലീറ്റ് കഴിച്ചു കേട്ടോ. ആസ്വദിച്ച് കഴിക്കാൻ പറ്റിയില്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ സാധാരണ എല്ലാം തമിഴ്നാട്ടിൽ ഒരു പീസാണ് ബിരിയാണിയുടെ കൂടെ തരുന്നത്. ഇത് 2 പീസ് തന്നു കേട്ടോ. 300 രൂപ അടുപ്പിച്ചായിരുന്നു ഒരു ചിക്കൻ ബിരിയാണിയുടെ റേറ്റ് എന്ന് പറയുന്നത്. പക്ഷേ എങ്കിലും കൊള്ളാം കേട്ടോ. നമ്മുടെ കേരളത്തിലാണെങ്കിൽ നമ്മുടെ അത്യാവശ്യം നല്ല റേറ്റിന് നല്ല ഫുഡ് നമുക്ക് കഴിക്കാൻ പറ്റും. പക്ഷേ ഇവിടെ തമിഴ്നാട്ടിൽ വന്നിടത്തോളം എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് നല്ല കാശ് കൊടുത്താലേ നല്ല ഫുഡ് കിട്ടത്തുള്ളൂ എന്നാണ്. പിന്നെ കുഞ്ഞു കുഞ്ഞു തട്ടുകടകളിലൊക്കെ ഉണ്ടാവും കേട്ടോ. നമ്മളങ്ങനെ കയറി തട്ടുകടകളിൽ അധികം കഴിച്ചിട്ടില്ല, അതുകൊണ്ടാവാം. ലഞ്ചും കഴിച്ചിട്ട് നമ്മൾ നേരെ നമ്മുടെ സാരിയും കാഞ്ചിക്കോട്ടൻ ഞാൻ പറഞ്ഞില്ലേ നമുക്ക് മണ്ടേ തരാമെന്ന് പറഞ്ഞിട്ട് തന്നില്ല. കാഞ്ചിക്കോട്ടൻ ഇവിടെ ഒരു സ്ഥലങ്ങളിലും കാഞ്ചിക്കോട്ടൻ ഉണ്ട്, കോഫി ബ്രൗൺ കളർ ഒരു സ്ഥലങ്ങളിലും ഇല്ല കേട്ടോ. എല്ലാം സോൾഡ് ഔട്ടാണ്. എന്നാൽ നമ്മൾ ഫസ്റ്റ് ടൈം വന്നപ്പോൾ ഒരുപാടുണ്ടായിരുന്നു, അപ്പോൾ ഞാൻ വളരെ കുറച്ച് പീസേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ ഒന്ന് സോൾഡ് ഔട്ടാണ്. ഇനി പ്രീ ബുക്ക് ചെയ്താലും നമുക്കത് കിട്ടാൻ പോകുന്നില്ല, കാരണം ഇനിയിപ്പോൾ ഓണം എത്താറായി. ഓൾറെഡി കുറേ പ്രീ ബുക്കിങ്സ് ഉണ്ട്, അത് കഴിഞ്ഞിട്ടൊക്കെ തരത്തുള്ളൂ എന്നാണ്. ഞാൻ പ്രീ ബുക്ക് ചെയ്തിരുന്ന സാധനമാണ്, അവരെന്തും എനിക്ക് തന്നില്ല, അതിപ്പോൾ ഇവിടെ സ്റ്റോക്കില്ല എന്നാണ് പറയുന്നത് കേട്ടോ. അങ്ങനെ ഇവിടെയുള്ള എല്ലാ കടകളിലും കയറി ഇറങ്ങി. ഞാൻ പറഞ്ഞില്ലേ, തമിഴ്നാടെന്നൊക്കെ പറയുന്നത് സിൽക്കിൻ്റെയാണ്, സിൽക്ക് സാരിയാണ് കൂടുതലും നല്ല ചീപ്പ് റേറ്റിന് കിട്ടുന്നത്. കോട്ടൺ സാരി കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അത് നമ്മൾ ഇറങ്ങി നടന്ന് അന്വേഷിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. അങ്ങനെ വന്നപ്പോൾ ഒരു കോഫി ബ്രൗൺ സാരി ഇരിക്കുന്നു. അത് കറക്റ്റ് കോഫി ബ്രൗൺ അല്ല കേട്ടോ, അതിലൊരു വയലറ്റ് ഷെയ്ഡൊക്കെ മിക്സായി വന്നിട്ടുണ്ട്. പിന്നെ എനിക്കെന്തോ ഇഷ്ടമായിട്ടില്ല. പിന്നെ വിത്തൗട്ട് ബ്ലൗസിൻ്റെതും 1-2 പീസ് ഉണ്ടായിരുന്നു. പിന്നെ കാഞ്ചി കോട്ടൺ എടുത്തില്ല കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ മൾക്കോട്ടൺ അന്വേഷിച്ച് നടക്കുകയാണ്. മൾക്കോട്ടനും ഭയങ്കര ഡിമാൻഡ്. കഴിഞ്ഞ ദിവസം ഒരു മാം എനിക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഇന്ന് മൾക്കോട്ടൺ വാങ്ങിച്ചിട്ട് ഇതിനെന്തിനാണ് ഇത്രയും കാശ്. വേറെ ഒന്നുമില്ല മാം, ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു മൾക്കോട്ടൺ സാരി വാങ്ങുന്നത്, അറിഞ്ഞുകൂടാത്തത് കൊണ്ട് ചോദിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ കൊടുത്ത റിപ്ലൈ, ഫസ്റ്റിൻ്റെ മെറ്റീരിയൽ ഭയങ്കര ബ്രീത്തബിൾ, ഭയങ്കര സോഫ്റ്റ്. ഇപ്പോൾ വേദയ്ക്ക് പോലും ഇത് ഈസി ആയിട്ട് ഉടുക്കാൻ പറ്റും. അത് അങ്ങനെ അങ്ങ് സോഫ്റ്റായിട്ട് കിടക്കും കേട്ടോ. നമ്മൾ ഉടുത്തൊന്നും പോലും അറിയില്ല, ലൈറ്റ് വെയിറ്റ് ആണ്. അങ്ങനത്തെ ഒരു സാരിയാണേ. ഈ മൾക്കോട്ടനൊക്കെ നമ്മൾ എടുത്തതാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ഒരു മൾക്കോട്ടൻ. ഭയങ്കര നേരിയതിൻ്റെ സെറി ബോർഡർ, വലിയൊരു ബോർഡറും ലൈറ്റായിട്ടുള്ള ബോർഡറും ഒക്കെ വന്നിട്ട് നല്ലൊരു സാരി കേട്ടോ. ഇതിലൊക്കെ കാണിക്കുന്ന എല്ലാ സാരീസും നമ്മൾ എടുത്തിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇതൊക്കെ സാരിയൊക്കെ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടുള്ളൂ കേട്ടോ, നമുക്ക് അവൈലബിൾ ആണ്. കാരണം അതൊക്കെ നമുക്ക് വളരെ കുറച്ച് പീസേ കിട്ടിയിട്ടുള്ളൂ. ഞാൻ പറഞ്ഞു വന്നത്, ആ മാം ചോദിച്ചു എന്താണ് ഇത്രയും റേറ്റ്. അപ്പം ഞാൻ തിരിച്ചൊക്കെ പറഞ്ഞില്ലേ, ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്, നമുക്ക് ഭയങ്കര സുഖം കൊടുക്കാൻ. മാത്രവുമല്ല ഇപ്പം ഓണം ആയ ശേഷം ഈ മൾക്കോട്ടന് ഭയങ്കര ഡിമാൻഡ്, ഒരു കടകളിലും ഇല്ല. അവർ നമുക്ക് ഹോൾസെയിൽ റേറ്റ് തന്നെ ഭയങ്കര എമൗണ്ട് ഇട്ടാണ് ഇപ്പോൾ തരുന്നത്. കാരണം അത്രയും ഡിമാൻഡ് അവർക്കുണ്ട്. മൾക്കോട്ടൺ വരുന്നു അപ്പോൾ തന്നെ പോകുന്നു, വരുന്നു അപ്പോൾ തന്നെ പോകുന്നു. ഓരോ വീക്കിലും 100, 200, 300 സാരി ഓരോ കടകളിലും വരുന്നുണ്ട്. അപ്പോൾ തന്നെ സ്റ്റോക്ക് ഔട്ടും ആവുന്നുണ്ട്. അത്ര ഡിമാൻഡ് ഉള്ളത് കൊണ്ട് ഡീലേഴ്സ് തന്നെ എമൗണ്ടും കൂട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് ആ തരുന്ന എമൗണ്ട് ഇട്ടല്ലേ നമുക്കും കൊടുക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ മാം ഓക്കെ പറഞ്ഞു. എന്നിട്ട് ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞു, എൻ്റെ പേജല്ല വേറെ മറ്റ് പല പേജുകളും നിങ്ങളെടുത്ത് നോക്കൂ.
എത്രയാണ് അവരൊക്കെ ഇട്ടിട്ടുള്ള എമൗണ്ട് എന്ന്. എന്തായാലും പല വെബ്സൈറ്റുകളിലും പല ഷോപ്പിംഗ് ക്ലോത്തിങ് ബ്രാൻഡുകളിലും ഇടുന്നതിനെക്കാട്ടി കുറച്ചുകൂടെ കുറച്ചായിട്ടാണ് ഞാൻ ഇട്ടിട്ടുള്ളതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എന്നെക്കാട്ടി കുറച്ച് നമുക്ക് ഈ ഹോൾസെയിൽ റേറ്റിന് തന്നെ കൊടുക്കുന്ന പലരും ഉണ്ട്. അവരെങ്ങനെ കൊടുക്കുന്നു എന്ന് എനിക്കറിയത്തില്ല. എനിക്ക് കുറച്ച് പ്രോഫിറ്റ് കിട്ടണം, ആ രീതിയിലാണ് ഞാൻ കൊടുക്കുന്നത് കേട്ടോ. അങ്ങനെ അതെല്ലാം എടുത്ത് വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് ചുരിദാർ മെറ്റീരിയൽ, ഇതൊക്കെ വേറെ കുറച്ച് ഡിസൈൻ ആട്ടോ. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തു എന്നേ ഉള്ളൂ. പിന്നെ റസ്റ്റ് ഓറഞ്ച് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. ഇത് റസ്റ്റ് ഓറഞ്ച് ഇപ്പോൾ വെബ്സൈറ്റിൽ ലൈവാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഷോപ്പ് ചെയ്യാം. ഇനി ഒരു 8 പീസും കണ്ടേ ഉള്ളൂ. 10-15 പീസ് എടുത്തതാണ്. അതിൽ ഓൾറെഡി കുറേ പോയിട്ടുണ്ട്. വെബ്സൈറ്റിൽ ഞാൻ ഇട്ടത് ആരോടും പറഞ്ഞിട്ട് പോലുമില്ല, എന്നിട്ട് തന്നെ ഓൾറെഡി അത് കുറച്ച് പീസസ് പോയിട്ടുണ്ട്. ഇത് വെബ്സൈറ്റിൽ ലൈവാണ്. റസ്റ്റ് ഓറഞ്ച് വെബ്സൈറ്റ് ത്രൂ ഷോപ്പ് ചെയ്യുക, അവൈലബിൾ ആണ് കേട്ടോ. അത് കഴിഞ്ഞ് വേറെ കുറച്ച് നമ്മുടെ കലങ്കാരിയോ അങ്ങനത്തെയോ അല്ലാത്ത ഷോളിൽ വരുന്ന നോർമലായിട്ടുള്ള കോട്ടൺ കുറച്ച് മെറ്റീരിയൽസ് എടുത്തിട്ടുണ്ട്. നമ്മുടെ നെറ്റ് കോട്ട മെറ്റീരിയലുണ്ട്, ബനാറസി മെറ്റീരിയലുണ്ട്, എല്ലാ സാധനങ്ങളും നമ്മൾ എടുത്തിട്ടുണ്ട്. സാരീസ് അതായത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഒരുപാട് സാരീസ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇഷ്ടം പോലെ സാരീസ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓൾറെഡി ഇരിപ്പുണ്ട്. അപ്പോൾ ഏട്ടൻ പറഞ്ഞു എന്തായാലും ഇതുവരെ വന്നതിൽ കുറച്ചുകൂടെ സാരീസ് എടുക്കുമെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ എടുത്തില്ല, എന്താണെന്ന് അറിയില്ല. ഞാൻ പറഞ്ഞു വേണ്ട, നമുക്കിനി അടുത്തതിന് വരുമ്പോൾ എടുക്കാമെന്ന് പറഞ്ഞു. കാരണം സ്റ്റോക്ക് ഉണ്ടെങ്കിലും അത്രയ്ക്കില്ല, എങ്കിലും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും മെറ്റീരിയൽസും ഡ്രസ്സും ഒക്കെ എടുത്തത് കൊണ്ട് 3 പീസും 2 പീസും ഒക്കെ എടുത്തതുകൊണ്ട് ഞാൻ കരുതി സാരി നമുക്ക് അടുത്ത ആഴ്ച പോവുകയാണെങ്കിൽ അടുത്ത ആഴ്ച വരാമെന്നുള്ള രീതിയിൽ ഞാൻ എടുത്തിട്ടില്ല സാരീസൊന്നും. ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ മെറ്റീരിയൽസ് 3 പീസ് 2 പീസ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ വൈകുന്നേരം എല്ലാവരും വെബ്സൈറ്റ് ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ വെബ്സൈറ്റ് ചെക്ക് ചെയ്യുക. ഞാൻ വെബ്സൈറ്റ് ലൈവ് ആകുമ്പോൾ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. നമുക്കല്ലാതെയും വെബ്സൈറ്റ് ത്രൂ അല്ലാതെയും നമുക്ക് ഷോപ്പിംഗ് ചെയ്യാം കേട്ടോ. പിന്നെ മെറ്റീരിയലിൻ്റെ കാര്യം ഞാൻ എങ്ങനെയാണെന്ന് നോക്കട്ടെ. ജസ്റ്റ് ഞങ്ങൾ വീട്ടിലെത്തിയിട്ടേ ഉള്ളൂ. ഇതെല്ലാം ഒന്ന് അടുക്കി പറക്കി വെച്ച ശേഷം മെറ്റീരിയൽ ഒരുപാടുണ്ട് കേട്ടോ. അതുകൊണ്ട് നമുക്ക് വാട്സപ്പ് ത്രൂ ഓർഡർ എടുക്കുന്ന കുറച്ച് ബുദ്ധിമുട്ടാണ്. നോക്കട്ടെ, എൻ്റെ ഫോട്ടോസ് എല്ലാം എടുത്ത ശേഷം ഈവനിങ് അപ്ഡേറ്റ് ചെയ്യുക ഞാൻ. നല്ല കോട്ടൺ മെറ്റീരിയലാണ് വരുന്നത്. എല്ലാ മെറ്റീരിയലും ഓരോന്നും കാണുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഞാനിപ്പോൾ വെയർ ചെയ്യാനായിട്ട് എടുക്കുന്ന സാധനങ്ങൾ തന്നെയാണ് എടുക്കുന്നത്. പിന്നെ കുറേ കളർ കോമ്പിനേഷൻ വേറെ വേറെ എടുക്കും കേട്ടോ. ഇപ്പോൾ എൻ്റെ കളർ കോമ്പിനേഷൻ ആയിരിക്കില്ല നിങ്ങളുടെ ഇഷ്ടമെന്ന് പറയുന്നത്. അതുകൊണ്ട് എല്ലാത്തരം കളർ കോമ്പിനേഷനിലുള്ള സാധനങ്ങളും എടുക്കും. അപ്പോൾ എന്തായാലും പതിയെ ഞാൻ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഈ വീഡിയോ അപ്ലോഡ് ആയ ശേഷം കുറച്ചൊക്കെ നമ്മുടെ വെബ്സൈറ്റിലാവും കേട്ടോ. നമുക്ക് ഇപ്പം ഞാൻ 2 ദിവസം ഉണ്ടായിരുന്നില്ലേ, പെൻഡിങ് കുറച്ച് ഓർഡേഴ്സ് ഉണ്ട്. അതെല്ലാം കൊറിയർ ചെയ്ത ശേഷം ഇതെല്ലാം വാരിപ്പറക്കി. പിന്നെ കോട്ട് സെറ്റും 3 പീസും ഒക്കെ ഞാൻ ഇട്ടിട്ടാണ് ഫോട്ടോസ് ഇടുന്നത്. നമ്മൾ ഇട്ട് ഫോട്ടോ കാണിക്കുമ്പോൾ കുഴപ്പമില്ല. കോട്ട് സെറ്റും 3 പീസും ഒക്കെ ആകുമ്പോൾ നമുക്ക് ഇട്ട് കാണിക്കാം. പക്ഷേ സാരി ആകുമ്പോൾ നമുക്ക് എല്ലാം ഉടുത്തങ്ങനെ കാണിക്കാൻ പറ്റില്ലല്ലോ, അതാണൊരു പ്രശ്നം. അപ്പോൾ ഈ ചുരിദാറിൻ്റെ എല്ലാം ഫോട്ടോസ് എടുക്കണം. സാരീസ് മൾക്കോട്ടൻ്റെ ഒക്കെ കുറച്ച് ഫോട്ടോസ് എടുക്കാനുണ്ട്. അപ്പോൾ മൾക്കോട്ടനൊക്കെ നമുക്ക് കിട്ടിയിട്ടുള്ള സാധനങ്ങളെല്ലാം റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കയറി നോക്കാം. കാരണം ഇനി ഓണം ആവാനായിട്ട് വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. എല്ലാ ഓഫീസുകളിലും മറ്റ് സ്ഥലങ്ങളിലും ഒക്കെ പ്രോഗ്രാമൊക്കെ കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. അതിനൊക്കെ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ നമ്മളിലുണ്ട് കേട്ടോ. ഇത് നമ്മുടെ ശിവകുമാറിൻ്റെ കുഞ്ഞുവാവ കേട്ടോ. അവർക്ക് 3 മക്കളാണ്, അതിൽ ഏറ്റവും കുഞ്ഞുവാവയാണിത്. അവളെ കാണുമ്പോൾ എനിക്ക് കുഞ്ഞ് കേട്ടോ ഓർമ്മ വരുന്നത്. നമ്മുടെ കുഞ്ഞിയുടെ അതേ ഒരു ഏജൊക്കെ തന്നെ എനിക്ക് തോന്നുന്നു. അവളെക്കാട്ടി 1 മാസം മൂത്ത കുട്ടിയാണെന്ന് തോന്നുന്നു. ഗുരുവായൂർ കൊണ്ടുപോയി ചോറ് കൊടുക്കണം എന്നൊക്കെയാണ് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ ഇപ്രാവശ്യം ഞങ്ങൾ ഇവിടെ നിന്നൊന്നും വാങ്ങിയില്ല, ജസ്റ്റ് പോയപ്പോൾ ഒന്ന് കയറിയെന്നേ ഉള്ളൂ. അങ്ങനെ കുഞ്ഞു വാവയൊക്കെ കണ്ടിട്ട് നമ്മുടെ യാത്ര തിരിക്കുകയാണ്. പോകുമ്പോഴേ ബ്രൗൺ ഫെന്നിങ് ടീ, ഈ ബോർഡ് പല സ്ഥലങ്ങളിലും കാണുവേ. ഇതെന്ത് ചായ ആണെന്ന് എനിക്കറിയില്ല, ചായക്കടയുടെ പേരാണെന്ന് അറിയില്ല. 2-3 സ്ഥലങ്ങളിൽ ഇവരുടെ ബ്രാഞ്ച് കണ്ടിട്ടുണ്ട്. അപ്പൊ അതെന്താണെന്ന് അറിയാൻ ഇന്നിപ്പോ വന്നപ്പോ കണ്ടപ്പോ നിർത്തി. മിക്കവാറും ഇതൊരു പാതിരാത്രിയൊക്കെ ആയിരിക്കും പോകുന്നത്, ഒന്നും പറ്റത്തില്ല. അപ്പൊ എന്ത് ചായയാണെന്ന് ചോദിച്ച് മനസ്സിലാക്കാം നമുക്ക്. പ്ലെയിൻ മിൽക്ക്. அண்ணா அது பிரவுன் ஃபென்னிங் என்னது டீ கடை? டீயா? டீ கடையோட பேரா? என்னென்ன இருக்குன்னு பாருங்க. டீ கடை பேர் தான் பிரவுன். அப்படியா? நான் கருதி ஏதோ ஸ்பெஷல் அந்த டீயோட பேர் தான். ஓகே. எல்லா கடையில டீ 5 ரூபாய் 20 ரூபாய், இந்த கடையில மட்டும் 10 ரூபாய் தான். டீக்கு தான் ஸ்பெஷல் இருக்கா? டீக்கு ஸ்பெஷல் எத்தனை ஸ்பெஷல் இருக்கு பாருங்க. இஞ்சி டீ இருக்கு, ஏலக்காய் டீ இருக்கு. ஓகே ஓகே. டீ டேஸ்ட் இருக்குங்க. டீ டேஸ்ட். மேக்ஸிமம் பாத்தீங்கன்னா எல்லா கடையிலும் 20 ரூபா சேலத்துல, இங்க மட்டும் 10 ரூபா தான். டீ டேஸ்ட் இருக்கும். ஓகே, இங்க ஸ்பெஷல் ஸ்பெஷல் டேஸ்ட். ஆல்போர்ட் கேரளம். ஏலக்காய் டீ கறி மாஸ்டர். ஆல்போர்ட் டீ போலாமா? இஞ்சி ஏலக்காய் போட்டு சூப்பரா இருக்கும். சரி சரி, அது குடிச்சு பாத்துட்டு அப்படி சொல்லலாம். சூப்பரா இருக்கு. ഓക്കെ ഓക്കെ. അതൊരു ബ്രാൻഡാണ്. ഞാൻ കരുതി ആ ചായയുടെ പേരായിരിക്കുമെന്ന്.
പിന്നെ ബ്രൗൺ ഫെന്നിങ് ടീ, അതിലേലൊക്കെ ഇഞ്ചി അങ്ങനെ കിട്ടും. പക്ഷെ എങ്കിൽ ചായയേ ഉള്ളൂ. അല്ല, ചായ 10 രൂപയേ ഉള്ളൂ ഇവിടെ ചായക്ക്. രണ്ട് അവിടെ ഇരിക്കാം. ബട്ടർ കുക്കി. ബട്ടർ കുക്കി. ബദാം മിൽക്ക്, റോസ് മിൽക്ക് എല്ലാം ഉണ്ട്. 20 ബ്രാഞ്ച് ഉണ്ടെന്ന് സേലത്ത് ഈ കടയ്ക്ക്. കുടിച്ചോക്കട്ടെ. കണ്ടിട്ട് നല്ല ലുക്കൊക്കെ ഉണ്ട്. ചൂട് കൊള്ളാം. സാധാ ഏലക്ക ചായ 10 രൂപയുള്ളൂ. നല്ല പാല്, കട്ടി പാലില് നല്ല കടുപ്പത്തിന് ആയിരിക്കും. ഇവിടെ അങ്ങനെ ഉണ്ട് എരുമപ്പാല്. ഫിൽറ്റർ കോഫി കുടിക്കാൻ എവിടെയെങ്കിലും കൊണ്ട് നിർത്താൻ പറഞ്ഞപ്പോ ഏതാ ഒരു കടയിൽ കൊണ്ടുവന്നു. ഇവിടെ ഫിൽറ്റർ കോഫി ഒന്നും. ഐസ്ക്രീം ഉണ്ടെങ്കിൽ വാങ്ങിച്ചാൽ നോക്കട്ടെ. എനിക്ക് ഐസ്ക്രീം മതി. ഐസ്ക്രീം ഉണ്ട്, പക്ഷെ ഞാൻ ഉദ്ദേശിച്ച സാധനം ഇല്ല. വേണ്ട വേണ്ട, ഞാൻ വേറെ എന്തെങ്കിലും ഉണ്ടോന്നായിരിക്കട്ടെ. ഇവിടെ ഞാൻ ഉദ്ദേശിച്ച ഐസ്ക്രീമും ഇല്ല, എന്റെ ഫിൽറ്റർ കോഫി ഇല്ല. അതുകൊണ്ട് ഞാൻ കുടിച്ചുമില്ല, ഒന്നും വാങ്ങില്ല. വാങ്ങാനൊന്നും എനിക്കൊന്നും ഇവിടെ ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് എല്ലാം ഉണ്ട്. ബർഗർ, സാൻഡ്വിച്ച്, പഫ്സ് ഒക്കെ ഉണ്ട്. പക്ഷെ ഞാനൊന്നും വാങ്ങില്ല. അങ്ങോട്ട് പോകാൻ നമ്മുടെ ഫിൽറ്റർ കോഫി കാണണമെങ്കിൽ നിർത്തി ഇറങ്ങണം. റാഗി കൊഴുക്കട്ട, റാഗി ലഡു, പയറ്. ഇവിടുന്നോടലൊക്കെ ആൾക്കാരൊന്ന് തൊട്ടിട്ട് പോകണം, ചൂടുണ്ടാന്ന് നോക്കിട്ട്. എന്റെ ഏട്ടൻ എനിക്ക് KDFC-യിലും നിർത്തി തന്നു ഫിൽറ്റർ കോഫി കുടിക്കാൻ. എന്റെ സ്നേഹമുള്ള ഭർത്താവ്. ചൂടെടുക്കാൻ പറ്റും. അങ്ങോട്ട് പോവാം. ഫിൽറ്റർ കോഫി, നല്ല കോഫി ആട്ടോ ഇവിടത്തത്. ചൂട്, നല്ല ഫിൽറ്റർ കോഫിയാണ്. ഇപ്പൊ ഇവിടെ ഈ തമിഴ്നാട്ടിലെ കോഫി പ്രത്യേക ടേസ്റ്റ് അല്ലേ. ഇപ്പൊ കയ്പാണ് വാങ്ങിച്ചു കുടിക്കുമ്പോ. എപ്പോഴും മധുരം ഉണ്ടാകുന്നു, കുറച്ചിടാൻ പറഞ്ഞു. കോഫിക്ക് മധുരം വേണം. അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോ എൻഡ് ചെയ്യാം. വേറെ വിശേഷമൊന്നുമില്ല. നാളെ നമ്മുടെ സാധനങ്ങളെല്ലാം ഈവനിങ്, നാളെ എന്ന് പറയുമ്പോൾ ഇന്ന് വൈകുന്നേരം, ഇന്നത്തെ വീഡിയോ നാളെ അല്ലേ വരുന്നത്, ഇന്ന് വൈകുന്നേരം എല്ലാ സാധനങ്ങളും വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. വെബ്സൈറ്റ് ത്രൂവും അല്ലാതെ നമുക്ക് ഷോപ്പിംഗ് ചെയ്യാൻ നോക്കാം. ഞാനത് എന്തായാലും എല്ലാത്തിലും ഒരു റീൽസ് ആയിട്ട് ഇടാം കേട്ടോ. നമ്മുടെ വെബ്സൈറ്റ് വഴിയാണോ എങ്ങനെയാണെന്ന് നോക്കട്ടെ. എല്ലാം ഒന്ന് അടുക്കി പറക്കി വെച്ച ശേഷം നമുക്കത് തീരുമാനിക്കാം. മെറ്റീരിയൽ എന്തായാലും ആദ്യത്തെ 2 ദിവസം മിക്കവാറും വെബ്സൈറ്റ് ആയിരിക്കും കേട്ടോ. ഇനി സമയം 7 മണിയായി. ഇനി പോകുന്ന വഴിക്ക് 10 മണിയൊക്കെ ആയിട്ട് അവിടെ നിന്ന് എവിടെന്നെങ്കിലും ഇറങ്ങി കഴിക്കാം എന്നുള്ള ഒരു പ്ലാനാണ്. അപ്പൊ പുതിയൊരു നല്ല വിശേഷമായിട്ട് നമുക്ക് ഉടനെ കാണാം. ബൈ.